ഓഫ് ഡേ അന്ന് നമ്മളെ ചങ്ങായിമാരെല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെയാണ് ഷാജാൻ പറഞ്ഞത് എന്തായാലും വേണ്ടില്ല നമ്മൾ പുറത്തിറങ്ങി ഒന്ന് കറങ്ങി വരികയാണ്. അതിന്റെ അടുക്കാണ് നമ്മൾ പാത്തുമ്മ വിളിക്കുന്നത് കേട്ടോ. കറിയില്ലേ? വെറും പച്ച ചപ്പാത്തി ഇങ്ങനെ തിന്നുക. അങ്ങനെ പാത്തുമ്മനോട് സംസാരിച്ച് നമ്മൾ പാരീസിലെത്തിട്ടോ. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സാമൂല് വാങ്ങിയിട്ടോ. അതിൻ്റെ ഉള്ളിൽ പൊയിങ്ങ മുട്ട ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുമുളക് പൊടി സോസ് ഇട്ടാൽ ചെറിയൊരു സാൻഡ്വിച്ച് ആയിട്ടോ. പിന്നെ അതുപോലെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി നമ്മൾ കപ്പ് കേക്ക് വാങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് കേട്ടോ വന്നത്. ഫ്രൂട്ട്സിനൊക്കെ യുദ്ധത്തിന് ശേഷം ഡബിൾ റൈറ്റ് ആട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിനോട് യുദ്ധം നടത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. കാരണം വെച്ചാൽ അന്ന് 4 റിയാലും 5 റിയാലും കിട്ടിയ സാധനം ഇപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങിട്ടോ. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഷാജാനോട് ചോദിച്ചു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകുകയല്ലേ. അപ്പോൾ ഓൻ പറഞ്ഞു എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, നമുക്ക് ശീലാൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല മട്ടൻ പായം ബീഫ്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മളൊപ്പം ഉണ്ടായിരുന്ന 2 ചങ്ങന്മാരും കൂട്ടി റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറിയിട്ട് സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടോ. മട്ടൻ പായ, അതുപോലെ തന്നെ ബീഫ് കറി, റൊട്ടി, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സലാഡ് വരുന്നുണ്ട്, ചട്ടിനി വരുന്നുണ്ട്, എല്ലാ സാധനവും ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഇനി വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനം കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. ബീഫ് കറി ആണെങ്കിലും മട്ടൻ പായ ആണെങ്കിലും. മട്ടൻ പായ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മട്ടൻ സൂപ്പിനാട്ടോ, ഇവിടെ പാകിസ്ഥാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും